ഈ കഴിഞ്ഞ നവംബർ 9 ഉറുദുവിലെ പ്രശസ്ത കവി അല്ലാമ ഇക്ബാലിൻ്റെ ജന്മദിനമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലറായ ഒരു കവി കൂടിയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളാണ്, ഷായരികളാണ്. എൻ്റെ മനസ്സിലൊരു ഷായരി ഞാൻ പറയട്ടെ. ഓ തൂ ഷാഹീൻ ഹെ പർവാസ് ഹെ കാം തെരാ തെരെ സാമനെ ആസ്മാൻ ഔർ ഭി ഹെ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു വരികൾ. പഠിക്കുന്ന കാലത്താണ് തോന്നുന്നു സാറിങ്ങനെ പറയുമായിരുന്നു, നീ എന്താണ് പരുന്താകും, രാജാളി പക്ഷി. നീ ഒരു രാജാളി പക്ഷിയാകുന്നു. പർവാസ്, നിൻ്റെ ജോലി എന്നുള്ളത് പറക്കുക എന്നുള്ളതാണ്. തെരെ സാമനെ ആസ്മാൻ ഔർ ഭി ഹെ. ഓക്കെ, നിൻ്റെ കീഴിൽ ഇനിയും ഒരുപാട് ആകാശങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു മീനിങ് വരുന്ന വരിയല്ലേ? അതെ, മനുഷ്യനെ ഇപ്പോൾ ഒരു പരുന്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്, ഒരു അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വരികൾ ഏറ്റവും കാതലായിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പിൽ ആകാശ വിധാനങ്ങൾ ഇനിയുണ്ട്. അതായത് പിന്നെ ഏറ്റവും പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ വരി കേട്ടാൽ ഒരു ഊർജ്ജം ലഭിക്കും എന്നുള്ളതാണ്, ഒരു ഉമ്മീദ്, ഒരു പ്രതീക്ഷ. കാലത്ത് കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് സെഡായിരിക്കുക, അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയ പിന്നെ അതോടെ എല്ലാം ലൈഫ് മൊത്തം തീർന്നു എന്നുള്ളൊരു ചിന്താഗതി കുട്ടികൾക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പലർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. പല ആത്മഹത്യകളും നമ്മൾ കാണുന്നതാണ്. ഇക്ബാൽ ഈ വരിയിലൂടെ പറയുന്ന, ഇനിയും താമസിച്ചിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ ഇനിയും ഒരുപാട് വാതിലുകളുണ്ട്, അതൊക്കെ നിങ്ങൾ തുറക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇന്നത്തെ തലമുറയ്ക്ക് ഇക്ബാൽ ആ വരിയിലൂടെ. പക്ഷെ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, പിന്നെ ഇക്ബാൽ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിഷ്ക്രിയത്വത്തെ ആഗ്രഹിക്കുന്നില്ല. അതായത് പറക്കലാണ് നിന്റെ ജോലി എന്ന് മുമ്പ് പറയുന്നത്. നമ്മുടെ ശ്രമം നിർത്താതെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. വെറുതെ ഒന്നും കിട്ടിപ്പോവില്ല. ഇല്ല, അതാണ് എൻ്റെ ഒരു ഫിലോസഫിക്കൽ ടച്ച് എന്ന് പറയുന്നത്. അതേപോലെ വേറെ വരികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. പെട്ടെന്ന് ഇക്ബാലിന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വരികളുണ്ടാവും, സാരേ ജാം സച്ച എന്നുള്ള വരി. എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് തുടങ്ങുന്ന ആ വരികളിൽ ഏറെ ഏറ്റവും പീക്ക് ലെവലിലുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അത്രത്തോളം ദേശസ്നേഹം ഉണ്ടായിട്ടുള്ള വരികൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. മസ്ഹബ് നഹി സിക്കാത്ത ആപ്പസ് മേ ബൈർ രഖന, ഹിന്ദി ഹെ ഹം വതൻ ഹെ ഹിന്ദുസ്ഥാൻ ഹമാര. ഇന്നും ആ വരികൾക്ക് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം ഇപ്പോൾ വിദേശങ്ങൾ പരസ്പരം വെറുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ മലീമസമായി കിടക്കുകയാണ് നമ്മുടെ നാടും പല സംവിധാനങ്ങളും. ആ വരികളുടെ പ്രാധാന്യം ഇന്നും ഉണ്ട്, നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഫിലോസഫിക്കലായിട്ട് അദ്ദേഹം ഒരുപാട് വരികൾ എഴുതിയിട്ടുണ്ട്. കർഷകർക്ക് വേണ്ടിയിട്ട് എനിക്ക് വളരെ പ്രസിദ്ധമായ വരി കർഷക സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. ജിസ് കേത്ത് സെ ദഹ്കാൻ കോ മുയസ്സർ നഹീം റോസി ഉസ് കേത്ത് കെ ഹർ ഹോഷെ ഗന്ധം കോ ജലാദോ എന്നൊരു വരിയുണ്ട്. ഏത് കർഷകന് കൃഷിയിടത്തിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ ആ ഒരു കൃഷിയിടം എന്താണ്, അതിലെ ഓരോ കതിരും നിങ്ങൾ ചുട്ടരിക്കണം എന്നൊക്കെ പറയുന്നൊരു വരി നമ്മൾ കർഷക സമരകാലത്തൊക്കെ കേട്ടൊരു വരിയാണ്. അപ്പോൾ തസ്ലീം, എനിക്ക് വേറൊരു ഷായരി ഇഷ്ടപ്പെട്ട ഷായരി എന്ന് വെച്ചാൽ അത് മോട്ടിവേഷൻ തന്നെ കേട്ടോ. സിതാരോൻ സെ ആഗെ ജഹാ ഔർ ഭി ഹെ അബി ഇഷ്ക് കി ഇംതിഹാൻ ഔർ ഭി ഹെ. അതിലൊക്കെ ഇക്ബാൽ നൽകുന്ന ഒരു സന്ദേശം ഭയങ്കര മോട്ടിവേഷണൽ ഫിലോസഫിക്കലാണ്. ആകാശ നക്ഷത്രങ്ങൾക്ക് അപ്പുറം ആകെ ജഹാൻ, ഐ മീൻ വേറെ ലോകം.